ഒരു കല്യാണ വീട്ടിൽ പന്തിയിൽ വിളമ്പിക്കൊണ്ടിരുന്ന ഒരാൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങളെ ഈ അടുത്തിടെ എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. അതിനയാൾ, പുറത്തെവിടെ വെച്ച് കാണാനാ, കഴിഞ്ഞ പന്തിയിൽ വെച്ചായിരിക്കും കണ്ടത്. വിളമ്പിക്കൊണ്ടിരുന്ന ആൾ ചിരിച്ചുകൊണ്ട്, എന്താ അടുത്ത പന്തിയിലും ഇരിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ വിളമ്പുന്നത് പോലെ ഇരിക്കും. ഈ പന്തിയിലെങ്കിലും നിങ്ങൾ ശരിയായിട്ട് വിളമ്പിയാൽ എനിക്ക് അടുത്ത പന്തിയിൽ ഇരിക്കേണ്ടി വരില്ല, അയാൾ പറഞ്ഞു. ഇങ്ങനെയുള്ളവർ ആഹാരം കഴിക്കുവാനായിട്ടാണ് ജീവിക്കുന്നത്. നാം ജീവിക്കുവാനായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അധികം കഴിക്കുന്നവർ അത് ദഹിക്കാതെ ക്ഷീണിച്ചു പോകുന്നു. ആഹാരം കഴിക്കാതിരിക്കുന്നവർ ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റുവാൻ കഴിയാതെ ക്ഷീണിച്ചു പോകുന്നു. അതിനാൽ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. ഉറക്കവും അപ്രകാരമാകണം. ചിലർ ബസ്സിലും ട്രെയിനിലും സ്കൂളിലും എവിടെ വേണമെങ്കിലും ഉറങ്ങും. നിന്ന നിൽപ്പിലും ഇരിക്കുന്നിടത്തും എങ്ങനെ വേണമെങ്കിലും അവർ ഉറങ്ങും. രാത്രിയെന്നോ പകലെന്നോ അവർക്കില്ല. അവർ രോഗിയാണ്, ഉറക്കത്തിന്റെ അടിമകൾ. ഉറക്കത്തെ നമ്മുടെ കൺട്രോളിൽ വെക്കണം. നെപ്പോളിയൻ യുദ്ധക്കളത്തിൽ കുതിരയുടെ മുകളിലിരുന്ന് അല്പസമയം ഉറങ്ങി വിശ്രമിക്കുകയും പിന്നീട് ഉണർന്ന് യുദ്ധം ചെയ്യുകയും ചെയ്യും. തീറ്റപ്രിയരും ഉറക്കപ്രിയരും ജീവിതത്തിൽ മുന്നേറുകയില്ല. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപ്പണിയെ പോലെയും വരുമെന്ന് തിരുവചനം പറയുന്നു. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. അതിനാൽ മിതമായി ഭക്ഷിച്ച് ആവശ്യത്തിനുറങ്ങി ആരോഗ്യത്തോടെ ജീവിക്കൂ.